ഒരു ദിവസം യുദ്ധം, പിറ്റേന്ന് സമാധാനം, അതിനടുത്ത ദിവസം വീണ്ടും മിസൈൽ ആക്രമണം. പശ്ചിമേഷ്യ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ആർക്കെങ്കിലും കൃത്യമായ ഉത്തരമുണ്ടോ? ഇല്ലെന്ന് വേണം പറയാൻ. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്തിയെന്ന് ലോകം ആശ്വസിച്ചിരിക്കുമ്പോഴാണ് എല്ലാ കരാറുകളെയും കാറ്റിൽ പറത്തി വീണ്ടും ആക്രമണങ്ങൾ തുടങ്ങിയത്. ഇപ്പോഴിതാ മധ്യസ്ഥർ ഇടപെട്ട് താൽക്കാലികമായി വീണ്ടും യുദ്ധം നിർത്തിവച്ചിരിക്കുന്നു. നാളെ ഖത്തറിൽ വീണ്ടും സമാധാന ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. പക്ഷേ പശ്ചിമേഷ്യയിൽ ഭീതിയും അനിശ്ചിതത്വവും ഒട്ടും കുറഞ്ഞിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഒമാനുമായി ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ പുതിയ സുരക്ഷിത പാതയൊരുക്കാൻ അമേരിക്ക ശ്രമിച്ചതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. തുടർന്നുണ്ടായത് ആക്രമണ പ്രത്യാക്രമണങ്ങളാണ്. ഇതിനിടയിലേക്ക് സിറിയയെ കൂടി വലിച്ചിഴക്കാൻ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പുതിയ നീക്കങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. ഇതിനെല്ലാം പുറമെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും തികഞ്ഞ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. മുസ്തഫ ഖമേനിക്ക് എന്തു സംഭവിച്ചു? ഇറാനെ നയിക്കുന്നത് സൈന്യമാണോ അതോ രാഷ്ട്രീയ നേതൃത്വമാണോ? ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ പ്രധാന സഞ്ചാരപാതയാണിത്. ഈ പാതയിൽ അമേരിക്ക ഒമാൻ തീരത്തോട് ചേർന്ന് ഒരു പുതിയ സുരക്ഷിത പാത ഒരുക്കാൻ ശ്രമിച്ചു. ഇതാണ് ഇറാന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. തങ്ങളുടെ മൂക്കിന് താഴെ അമേരിക്കൻ മേധാവിത്വം അംഗീകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെ പോയ ഒരു കപ്പലിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചു. വെറുതെ ഇരിക്കാൻ US തയ്യാറായില്ല. ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ പെന്റഗൺ ഉത്തരവിട്ടു. ഇറാന്റെ തന്ത്രപ്രധാനമായ 2 ദ്വീപുകളായ സിരിക്ക്, കഷം എന്നിവിടങ്ങളിലെ 10ഓളം സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മിസൈലുകൾ വർഷിച്ചു. നിമിഷങ്ങൾക്കകം ഈ ദ്വീപുകളിലെ ഇറാന്റെ റഡാർ സംവിധാനങ്ങളും സൈനിക ക്യാമ്പുകളും തകർക്കപ്പെട്ടുവെന്നാണ് വിവരം. എന്നാൽ അമേരിക്കയുടെ ഈ ആക്രമണങ്ങൾക്ക് ഇറാൻ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. ഇറാന്റെ ഡ്രോണുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കി പറന്നുയർന്നു. ബഹ്റൈനിലുള്ള US 5ാം കപ്പൽപ്പട താവളത്തിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇതിനു പുറമെ കുവൈറ്റിലുള്ള വ്യോമ താവളത്തിലും ഇറാന്റെ ഡ്രോണുകൾ പതിച്ചു. കഴിഞ്ഞ 2 ദിവസമായി നടന്ന ഈ കടുത്ത സംഘർഷത്തിൽ തങ്ങൾ ലക്ഷ്യം കണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ബഹ്റൈനിലും കുവൈറ്റിലുമായി 8 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ നാശനഷ്ടം വരുത്താൻ കഴിഞ്ഞതായി ഇറാൻ സൈന്യം പറയുന്നു. അമേരിക്ക വലിയ നാശനഷ്ടങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിലും മേഖലയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇപ്പോൾ ഇതാ ഖത്തറിന്റെയും മറ്റ് അന്താരാഷ്ട്ര മധ്യസ്ഥരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു. നാളെ ദോഹയിൽ ഇരുവിഭാഗവും വീണ്ടും സമാധാന ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. പക്ഷേ ഇതൊരു താൽക്കാലിക ശാന്തത മാത്രമാണെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ ആക്രമണങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കും? അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ എന്തുകൊണ്ട് ഇത്രയധികം ആഗോള പ്രാധാന്യം നേടുന്നു? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം. ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് വെറും ഒരു കടൽപ്പാതയല്ല. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ 5-1 കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഇതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവർക്ക് ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാം. ഹോർമൂസിൽ അമേരിക്ക പുതിയ പാതയൊരുക്കാൻ നോക്കുന്നത് ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനാണ്. എന്നാൽ ഇറാൻ അത് അനുവദിക്കില്ല. ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളെല്ലാം ഈ കടലിടുക്കിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയാകും. ഇവിടെ കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടാൽ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് തകിടം മറിക്കും. 2, സിറിയയെ വലിച്ചിഴയ്ക്കുന്ന ട്രംപിന്റെ പുതിയ തന്ത്രം. ഈ സംഘർഷത്തിനിടയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന വരുന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ലെബനനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും അതിനുശേഷം ഹിസ്ബുള്ളയെ നേരിടാൻ സിറിയ മുന്നോട്ട് വരട്ടെ എന്നുമാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാം, പക്ഷേ ഇതിനു പിന്നിൽ വലിയൊരു ചതിക്കുഴിയുണ്ട്. ഹിസ്ബുള്ളയെ സിറിയ നേരിടുക എന്ന് പറഞ്ഞാൽ സിറിയയിലെ ഭരണകൂടത്തെയും അവിടുത്തെ വിവിധ ഗ്രൂപ്പുകളെയും തമ്മിലടിപ്പിക്കുക എന്നാണ് അർത്ഥം. സിറിയയെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചാൽ റഷ്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള മറ്റു വൻ ശക്തികൾക്കും വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഇത് മേഖലയിലെ സംഘർഷം ഇരട്ടിയാക്കും. ലെബനനിൽ ഇപ്പോൾ തന്നെ ഒരു പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. അതിനൊപ്പമാണ് സിറിയയെ കൂടി വലിച്ചിടാനുള്ള നീക്കം. ഏറ്റവും വിചിത്രമായ കാര്യം മറ്റൊന്നാണ്. ഇറാനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഒരു വ്യക്തതയുമില്ല. കുറച്ചു കാലമായി ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും രഹസ്യമാണ്. അദ്ദേഹം എവിടെയാണ്? സുരക്ഷിതനാണോ അതോ എന്തെങ്കിലും അപകടം സംഭവിച്ചോ? ആർക്കും അറിയില്ല. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനാണോ അതോ അവിടുത്തെ ശക്തമായ സൈന്യത്തിനാണോ ഇപ്പോൾ രാജ്യത്ത് മുൻതൂക്കമെന്ന കാര്യത്തിലും തർക്കങ്ങൾ നിലനിൽക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. അമേരിക്കയും ഇസ്രയേലും ഇത്രയും കാലം നിരന്തരം ആക്രമിച്ചിട്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇറാന്റെ സൈനിക വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല.
തങ്ങളുടെ താവളങ്ങൾ തകർക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും US താവളങ്ങളിലേക്ക് കൃത്യമായി ഡ്രോണുകൾ അയക്കാൻ ഇറാന് സാധിച്ചു. അവർ ഇപ്പോഴും പൂർണ്ണ സജ്ജരാണ്. ഇതാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത്. നാളെ എന്ത് സംഭവിക്കാം? പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് മടങ്ങുമോ അതോ ഒരു മഹായുദ്ധത്തിലേക്ക് വഴി മാറുമോ? ഇതിൽ പ്രധാനമായും 3 സാധ്യതകളാണുള്ളത്. സാധ്യത 1, നാളത്തെ ഖത്തർ ചർച്ച വിജയിച്ചാൽ. നാളെ ഖത്തറിൽ വെച്ച് നടക്കുന്ന സമാധാന ചർച്ചകളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു പുതിയ ധാരണയിൽ എത്തുകയാണെങ്കിൽ താൽക്കാലികമായി കാര്യങ്ങൾ ശാന്തമാകും. ഹോർമൂസ് കടലിടുക്കിലെ പുതിയ സുരക്ഷിത പാതയെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും സമ്മതമായ ഒരു ഫോർമുല ഉണ്ടാക്കിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഹോർമൂസിൽ സാധാരണ ഗതാഗതം വീണ്ടും സാധ്യമാകും. കപ്പലുകൾക്ക് ഭയമില്ലാതെ യാത്ര ചെയ്യാം. പക്ഷേ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരം കരാറുകളുടെ ആയുസ് വളരെ കുറവായിരിക്കും. സാധ്യത 2, ചർച്ച പരാജയപ്പെടുകയും ഹോർമൂസ് അടയുകയും ചെയ്താൽ. ഖത്തർ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത നിമിഷം ഹോർമൂസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമാകും. അമേരിക്കയുടെ പുതിയ സുരക്ഷിത പാതയെ തകർക്കാൻ ഇറാൻ കടൽ മാർഗവും വായുമാർഗവും ആക്രമണം നടത്തും. അതിന് തിരിച്ചടിയായി അമേരിക്ക ഇറാന്റെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കും. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടാൻ ഇറാൻ തീരുമാനിച്ചാൽ അത് കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. ലോകമെമ്പാടും ഇന്ധനക്ഷാമം വരും. വിലക്കയറ്റം രൂക്ഷമാകും. ഒരു ആഗോള യുദ്ധത്തിലേക്ക് ഇത് വഴിമാറാം. ട്രംപിന്റെ താൽപര്യപ്രകാരം ലെബനനിൽ നിന്നും ഇസ്രായേൽ പിന്മാറുകയും ഹിസ്ബുള്ളയും സിറിയയും നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്താൽ പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറും. ഹിസ്ബുള്ളയെ സഹായിക്കാൻ ഇറാൻ കൂടുതൽ സൈന്യത്തെ അയക്കും. സിറിയയിൽ വീണ്ടും ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഇത് ഇസ്രായേലിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുമെന്നാണ് അമേരിക്ക കരുതുന്നത്. പക്ഷേ ഫലം നേരെ വിപരീതമായിരിക്കും. പ്രദേശം മുഴുവൻ കത്തിയെരിയും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ ഇപ്പോൾ നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. ഒരു ദിവസം സമാധാനമെന്ന് തോന്നിപ്പിക്കുകയും അടുത്ത ദിവസം യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഈ കളി ലോകത്തെ ആകെ അനിശ്ചിതത്വത്തിലാക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സാധാരണ ഗതാഗതം ഇനി അത്ര എളുപ്പമാകില്ല. ഇറാൻ നേതൃത്വത്തിലെ അനിശ്ചിതത്വവും ട്രംപിന്റെ പുതിയ സിറിയൻ തന്ത്രങ്ങളും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. നാളെ ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾക്ക് ലോകത്തെ രക്ഷിക്കാൻ കഴിയുമോ അതോ അതൊരു വെറും ചടങ്ങായി മാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളും ലോകത്തെ ഓരോ സാധാരണക്കാരനെയും ബാധിക്കും.